പഹൽഗാം പോകുന്ന വഴി ഒരു കടയിൽ നിർത്തി സാഫ്രോൺ ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കാശ്മീരി കാവ വിൽക്കുന്നുണ്ട്. നമുക്ക് കാവ കുടിച്ച് നോക്കാം. നമ്മൾ ഇന്നലെ ഗുൽമർഗിൽ നിന്നാണ് കാവ കുടിച്ചത്. പക്ഷേ ഇവിടുത്തെ കാവ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ പഹൽഗാമിലെത്തിയിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നും ഞാൻ കാവ ട്രൈ ചെയ്യാൻ പോവാണ്. അച്ഛനൊരു ആലു പൊറോട്ട ഓർഡർ ചെയ്തു. ഞാൻ പക്ഷേ ഇവിടെ നിന്നും കാവ ട്രൈ ചെയ്യാണ്. അമ്മ അതേവിടെ പഞ്ഞിമിഠായി പിടിച്ചിരിക്കുന്നുണ്ട്. അമ്മയ്ക്കും ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പഞ്ഞിമിഠായി. ചേച്ചി കഴിക്കുന്നുണ്ടോ? കഴിക്കണില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു പഹൽഗാം. പഹൽഗാമിൽ നമ്മളിപ്പോൾ ഉള്ളത് അരു വാലിയിലാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. സോ അരു വാലി എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം വരുന്ന വഴിക്ക് ഫുള്ള് ബസ്സിലൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ചെറുതായിട്ട് ഒരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ നമ്മൾ നല്ല അടിപൊളി സീനറിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. സോ ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തണുക്കുന്നുണ്ട്. കോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ തണുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സഹിക്കബിൾ ആയിട്ടുള്ള തണുപ്പേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. പഹൽഗാമിലെ ബേതാബ് വാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മ ചേച്ചി, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം, നല്ല ക്ലൈമറ്റ്, കൊള്ളാം. തണുപ്പുണ്ട്, പക്ഷെ സഹിക്കബിൾ ആണല്ലേ. ഇന്നലെ ഒരു മഴ പെയ്തിട്ട് കുറച്ച് മഡ് പോലെ ആയിരുന്നു. നമ്മള് ആരു വാലിയിൽ പോയപ്പോൾ കുറച്ച് ഇതായിരുന്നു. ഇവിടെ പിന്നെ കുറച്ചുകൂടെ ഡ്രൈ ആണ്, നമുക്ക് നടക്കാനൊക്കെ പറ്റും. പിന്നെ നടക്കുന്ന വഴിയിൽ മൊത്തം കുതിരയുടെ ചാണകമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ഇവിടെ വെള്ളമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴുകാം. അവിടെ അച്ഛനും അമ്മയും ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അമ്മ പോസ്റ്റ് ചെയ്യുന്നു, അച്ഛനെടുത്ത് കൊടുക്കുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ ബേതാബ് വാലി. ഇവിടെ കൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടെയൊക്കെ ഇങ്ങനെ റോഡുകൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. റോഡുകൾ പോകുന്നുണ്ട്. വലിയൊരു മലയാണ്. അതിൻ്റെ ഒരു വാലിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളങ്ങനെ പഹൽഗാമിലെ ബേതാബ് വാലിയും അരു വാലിയും എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ 4 പേരും കൂടെ ഓർഡർ ചെയ്ത കാശ്മീരി ബിരിയാണി. ഫുഡെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെടുത്ത് കഴിക്കാൻ പോകാം. ചൂടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇട്ടൊരു ടേസ്റ്റ്. ഇതാണ് നമ്മുടെ പുതിയ റൂം. ഓൾറെഡി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ബെഡ് സ്പേസ് വന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതൊരു സിറ്റിംഗ് ഏരിയ. ആൻഡ് ഇതൊരു വാർഡ്രോബ്, വലിയൊരു വാർഡ്രോബ് വന്നിട്ടുണ്ട്. ആൻഡ് ബാത്റൂം കാണിച്ചു തരാം. ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കൂടിയാണ്. അടിപൊളി.
ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ കാശ്മീരിൽ. ഞങ്ങൾ ഇന്നൊരു ഹോഴ്സ് റൈഡിന് പോവാണ്. അപ്പം നമുക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ടു ദൂത് പത്രി. ഞങ്ങൾ ദൂത് പത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തിയിട്ട് കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹോഴ്സ് റൈഡ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, നിങ്ങൾ കണ്ട പോലെ. അപ്പോൾ ഹോഴ്സ് റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഹായ് ഭയ്യ, आपका नाम क्या है? My name is Sayan. സയൻ ഭയ്യാണ് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്തു തന്നത്. സോ നമുക്ക് ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം. ഞങ്ങളെല്ലാവരും നല്ല സുന്ദരന്മാരായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനെ കണ്ടില്ലേ? അച്ഛൻ പക്ക കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. പിന്നെ അതെ അമ്മ. കാശ്മീരി സുന്ദരികൾ 3 ഒരു സുന്ദരൻ ഒരെണ്ണം. കഴിച്ചോ കഴിക്കി. അങ്ങനെ ദൂതപത്രിയിലെ കറക്കം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ദാൽ ലേക്കിലെ ബോട്ടിലുള്ള ഞങ്ങളുടെ റൂം. നമ്മളിപ്പോൾ ഉള്ളത് ഹൗസ് ബോട്ടിലാണ്. ഞങ്ങളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂറായി. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ വ്യൂ. ഹൗസ് ബോട്ടിൻ്റെ കോറിഡോർ ഇങ്ങനെയാണ്. നല്ല വലിയ ഹൗസ് ബോട്ടാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 5 റൂംസ് ഉണ്ട്. നമ്മളിവിടെ ഷിക്കാര റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഷിക്കാരയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങളങ്ങനെ ഷിക്കാര റൈഡിൽ കയറി. ഞങ്ങൾ രണ്ടുപേരും ഇതേ പേടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വഴിയിൽ വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അമ്മ അച്ഛൻ എന്ത് ചെയ്യാ? ബാർഗൈൻ ചെയ്യാണോ? ഒരു 50 രൂപയുടെ സാധനത്തിന് 200. അപ്പോൾ ഷിക്കാര റൈഡ് അങ്ങനെ കഴിഞ്ഞ് ഇന്ന് രാത്രി ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്ത് നാളെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ടുലിപ്പ് ഗാർഡനിലോട്ടാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ കാശ്മീരിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നും കൂടെ നമ്മളിവിടെ ടുലിപ്പ് ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മളങ്ങനെ വീണ്ടും തോണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാവ്യം കൂടെ ഓർഡർ ചെയ്തു. ഇതിൽ നമ്മൾ റോസ് പെറ്റൽസും ആൽമണ്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ടേസ്റ്റ്. ഞാൻ കുടിച്ച് നോക്കി ഓൾറെഡി. നമ്മൾ ടുലിപ്പ് ഗാർഡൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് എൻട്രി ഗേറ്റിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കാണ്ട് കേട്ടോ. പക്ഷെ വഴിയിലൊക്കെ ഇതേ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മരങ്ങൾ. ഞങ്ങളങ്ങനെ ടുലിപ്പ് ഗാർഡനിലെത്തി. നല്ല അടിപൊളി സൂപ്പർ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണിനിങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ.
ടുലിപ്പ് ഗാർഡൻ സൂപ്പർ. അടിപൊളിയല്ലേ ഗൈസ്? അങ്ങനെ ടുലിപ്പ് ഗാർഡനിൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര ദേ ഇവിടെ തീരുകയാണ്. അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ഞങ്ങളെല്ലാവരും. എല്ലാവർക്കും നല്ല കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഫീവറിൻ്റെ ലക്ഷണം എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, ശബ്ദമെല്ലാം പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ യാത്ര അങ്ങനെ തീർന്നു. നിങ്ങൾ കണ്ട പോലെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. നമ്മളെ യാത്രയെല്ലാം അവസാനിച്ച് നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിലോട്ടാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് വരുന്നത്. പിന്നെ ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൗണ്ടൊന്നുമില്ല, എല്ലാവരുടെയും സൗണ്ടൊക്കെ പോയി അടഞ്ഞു. അതായത് നമ്മൾ ആദ്യം നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയി, പിന്നെ പെട്ടെന്ന് ചൂടുള്ള സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ ഉണ്ടായ വെതർ ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പണി കിട്ടി. അങ്ങനെ തൊണ്ടയാണ് ആദ്യം പണി കിട്ടിയത് കേട്ടോ എനിക്ക്. ഇനി വേറെ എന്തൊക്കെ വരും എന്ന് അറിഞ്ഞുകൂടാ. നാട്ടിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു അവസ്ഥയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി യാത്രയായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.